കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു ചിത്രമാണ് നടി രേവതിയുടെ മകളുടെ ചിത്രം. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് രേവതിയുടെ മകളുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ കുഞ്ഞിനെ കാണുമ്പോൾ രേവതിയുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട്. എല്ലാ ചിത്രങ്ങളിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ അല്ലാതെ നമുക്ക് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കില്ല. ആ കുഞ്ഞെപ്പോഴും വളരെയധികം ശാന്തസ്വരൂപിയായി എല്ലാവരോടും കാണപ്പെടും. എന്നാൽ രേവതിയുടെ അടുത്ത് മാത്രം എല്ലാ കളിയും ചിരിയും ബഹളവുമുണ്ട്. ആ ബഹളത്തിലാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്ട്രെസ്സും താൻ മറക്കുന്നതെന്നും രേവതി തൻ്റെ മകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഭൂരിഭാഗം ചിത്രങ്ങളിലും മകളുടെ പുറത്തു വന്നതിൽ പുഞ്ചിരി നിറഞ്ഞ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നു. അത് കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നുന്നുണ്ട്. മകളുടെ ആ പുഞ്ചിരി, ആ ലാളിത്യം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ പ്രീതിയും സംസാരിക്കുന്നു. ഇപ്പോൾ രേവതിയുടെ മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രേവതിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയാണ് എത്തുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. മഹി എന്നാണ് മകളെ പേരിട്ടിരിക്കുന്നത്. മകൾ മഹിയെക്കുറിച്ച് രേവതി എവിടെയും അധികം സംസാരിക്കാറില്ല. പക്ഷേ എങ്ങോട്ടാണ് എന്തെന്നറിയാത്ത ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റിയത് എൻ്റെ ചക്കര മകളാണ് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് രേവതി. മൊത്തത്തിൽ മാറ്റിയത് എൻ്റെ ചക്കരക്കുട്ടി തന്നെയാണെന്ന് പറയാം. എൻ്റെ റൂട്ട് അവൾ തന്നെയാണ്. പൂർണ്ണമായും മറ്റൊരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറാനുള്ള ഒരു കാരണവും എൻ്റെ മഹിയാണ്. 2000 ആണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാതെ പോയിരുന്നു. എങ്ങോട്ടോ പാറിപ്പോയിക്കൊണ്ടിരുന്നു. എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാത്തൊരവസ്ഥ. ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഞാൻ എൻ്റേതായ ലോകത്ത് എങ്ങനെയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തട്ടിത്താഴെയിട്ട് നിയന്ത്രണത്തിലാക്കിയത് എൻ്റെ ചക്കരക്കുട്ടിയാണ്. അവളാണ് എൻ്റെ എല്ലാമായി നിൽക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം പോലെ ഗംഭീരമായ മനോഹരമായൊരു കുട്ടിക്കാലം അവൾക്ക് നൽകാൻ ഒരിക്കലും കഴിഞ്ഞില്ല. പക്ഷെ എപ്പോഴും അച്ഛനും അമ്മയും കൂടെയുള്ളത് കൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. അതിനു പുറമെ മഹിക്ക് എപ്പോഴും പോകാൻ കുറച്ച് വീടുകളുണ്ട്. ബാംഗ്ലൂരിൽ ഒരു ആൻറ്റി, കേരളത്തിൽ കുറച്ച് ബന്ധുക്കൾ. അവർക്ക് വെള്ളം ഒരുപാട് ഇഷ്ടമാണ്. സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യും. കടലും വെള്ളവും ഒക്കെ എനിക്ക് പേടിയാണ്. അതൊന്നും മഹിക്ക് പേടിയേയില്ല. മഹിക്ക് മ്യൂസിക് വളരെയധികം ഇഷ്ടമാണ്. ഡ്രംസ് പ്രാക്ടീസ് ചെയ്യും. മൈക്കിൾ ജാക്സനെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. മകളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് വളരെയധികം തുറന്നു പറയുന്നൊരു അമ്മയെ ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ തുറന്നു പറയുന്ന അമ്മയാണ് നമുക്ക് ആ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം നന്നായി തന്നെയാണ് സംസാരിക്കുന്നത്. ആരാധകരും വളരെയധികം നന്നായി സംസാരിക്കുകയും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം നന്നായി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ആരാധകരുടെ സ്നേഹം വളരെയധികം ലഭിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം തന്നെ ലഭിക്കുന്നുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോടൊപ്പം തന്നെയാണ് ആരാധകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തയോടൊപ്പം ഇതും മാറി മറിയുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. രേവതിയുടെ മകളുടെ വിശേഷങ്ങൾ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.